ആ റിസ്ക് എടുത്തോണ്ട് നമ്മള് മടക്കസ്ഥാൻ സിറ്റിയാണ്. ഇതുണ്ടോ സിറ്റി ഓഫ് ടെമ്പിൾ അല്ലേ, സിറ്റി ഓഫ് മടക്കസ്ഥാൻ. ഹലോ ഗൈസ്, സോ നമ്മുടെ വിസാഖിലെ ഇന്നത്തെ ദിവസം ഏകദേശം തീരുകയാണ്. നമ്മള് വിസാഖിനോട് ഇന്ന് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. രാവിലെ തന്നെ നേരെ പുരി കാണാൻ വേണ്ടി ഒഡീഷക്കാണ് നമ്മളിനി പോവാണ്. അപ്പൊ നമ്മൾ പോയിറങ്ങിയേക്കുവാണ്. നമ്മുടെ വണ്ടിയുടെ വിൻഡോ ഇല്ലേ, അല്ല വിൻഡോ അല്ലല്ലോ, ഗ്ലാസിന്റെ ഈ സൈഡിൽ നല്ല പൊടിയായിരുന്നു. നമ്മൾ മറ്റേ വെള്ളം അത് അടിച്ച് കഴുകിയാൽ തന്നെ ഇത്ര ഏരിയയിലല്ലേ ആവുള്ളൂ നടുക്ക്, വണ്ടിയിൽ നിന്ന് അടിച്ച് കഴുകേണ്ട സെറ്റപ്പില്ല. അപ്പോൾ ഈ സൈഡും അതിൻ്റെ ആ സൈഡും കഴുകാൻ വേണ്ടി വെള്ളം പുറത്തുനിന്നെടുത്ത് നമ്മൾ ഇപ്പോൾ കഴുകിയുള്ളൂ. നേപ്പാളിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞു പിന്നെ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഏകദേശം സെയിം വണ്ടി ഒരെണ്ണപ്പുറം കിടക്കണ്ടായിരുന്നു. സോ നമ്മുടെ ഇന്ന് ഫുള്ള് ഓൾമോസ്റ്റ് യാത്രയായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. രാത്രിയൊക്കെ ആവും എത്തുമ്പോൾ പുരിയിൽ. ഇതിവിടെ എല്ലാവരും ഭയങ്കര ഹെൽത്ത് നോക്കണ ആളുകളാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ആർമി അല്ല നേവിക്കാരൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. അവരൊക്കെ ആയിരിക്കും ഒരുപാട് ആളുകൾ ജോഗ് ചെയ്യാനൊക്കെ രാവിലെ ഇറങ്ങുന്നുണ്ട്. ഗൈസ് നമ്മള് വിസാഖിന്ന് പോകാൻ നേരത്തെ ഇടയ്ക്ക് വെച്ചൊരു സംഭവം, നമ്മൾ മിസ്സായൊരു സംഭവം കണ്ടു ഗൈസ്. ഇവിടുത്തെ ഐക്കോണിക് ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഷിപ്പ് സൈഡിലേക്ക് കയറി കിടക്കുന്ന ഒരു ഭാഗമില്ലായിരുന്നു. ആ ഭാഗത്തിന്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബീച്ചിൽ നിന്ന് കിട്ടി. ആ ബീച്ചാണ് കേട്ടോ ഇത്. ശരിക്കും അവിടെ അടുത്ത് പോയി കാണായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പന്നിനെ കാട്ടിക്കൂടി വെക്ക്. ഇത് നമ്മൾ പോണ വഴിക്ക് ഒരു ഫുള്ള് പന്നികളെ കൊണ്ടുപോകണ ഒരു വണ്ടിയാണ് കാണുന്നത്. ഇത് മതിയായ പന്നിയാണ്, ചെറിയ പന്നിയൊന്നും അല്ല, ഭയങ്കര വലിയ പന്നികളാണ് ഗൈസ് അതിൻ്റെ ഉള്ളിലുള്ളത്. എന്നാ മണ, എന്റെ അല്ലോ ഗൈസ്, ഭയങ്കര സ്മെല്ലാണ് ഇവിടെ. എന്റെ അല്ലോ ഈ വണ്ടിയുടെ അകത്തേക്ക് സ്മെല്ല് ഇറങ്ങി. ഈ പന്നിയുടെ വണ്ടി, ഈ പന്നി വണ്ടിന്ന് കയറാണ് ഗൈസ്. ഭയങ്കര സ്മെല്ല് എന്ന് വെച്ചാൽ ഹെവി സ്മെല്ലാണ്. അതായത് പോകാൻ പറ്റില്ല, ചെറിയ പാല. മതിയായ പോത്തിന്റെ വലിയ പന്നികളൊക്കെയാണ്. നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ജസ്റ്റ് ചായ പിടിക്കാൻ കരുതി. ഇവിടുത്തെ ചെറിയ ഗ്ലാസ് ആണ്. തമിഴ്നാട് തൊട്ടേ ചിലയിടത്ത് ഇങ്ങനത്തെ ഗ്ലാസ് അല്ലേ, ചെറിയ ഗ്ലാസ്. പക്ഷെ ചായ വലിയ കുഴപ്പം ഉണ്ടാവാറില്ല. കാരണം ഇതൊക്കെയാണ് ഇവിടുത്തെ കടകൾ. ഇതിൻ്റെ അകമൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇവിടെ 2 ലൂണ ബൈക്ക് ഉണ്ട്. തമിഴ്നാട് തൊട്ട് ലൂണ നമ്മൾ ഒരുപാട് കണ്ടു തുടങ്ങിയ. അതിൻ്റെ ഒരു സൈഡിൽ ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ കുറച്ച് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ഷെഡ്. ഇവിടെയാണ് ചെറിയ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. കുക്കിംഗ് അവിടെ നടക്കണേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ റോഡ് സൈഡിലെ ഷോപ്സിൻ്റെ ഒക്കെ അവസ്ഥകൾ. തുറക്കണോ? സോ ചായ കുടിച്ച് ഞങ്ങൾ നേരത്തെ കുടിച്ചു. അനദർ ഡ്രൈവിന് കയറുകയാണ് ഗൈസ്. അങ്ങനെ വന്ന് നമ്മൾ ഒഡീഷയുടെ അതിർത്തി കടന്നിരിക്കുകയാണ്. ഒഡീഷയിലെ വെള്ളം ഒക്കെ നനച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കണ കാണുന്നത് ഗൈസ്. നമ്മളപ്പോൾ ഡ്രൈവ് ചെയ്ത് ഒരു ജിയോടെ പമ്പുണ്ട് അവിടെ. അതിൻ്റെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് എന്തോ ഉണ്ട്, ഒരു റിഫ്രഷ് എന്നൊക്കെ പറഞ്ഞു. എന്തിനും വേറെ എന്തെങ്കിലും ഷോപ്പ് കാര്യമാണോന്ന് അറിയില്ല, റെസ്റ്റോറൻ്റ് ആയിട്ടാണോന്ന് അറിയില്ല. എന്തായാലും ജസ്റ്റ് നോക്കാം നമുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രഞ്ചായിട്ട് എന്തെങ്കിലും കഴിക്കാം ഗൈസ്. നമ്മളൊരു കടയിൽ വന്നിട്ട്, ഒഡീഷയിലൊരു കടയിൽ വന്നിട്ട് ചപ്പാത്തി, പൊറോട്ട, പനീർ, പിന്നെ മട്ടൻ, ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കണേ. മട്ടനാണല്ലേ അത്? ചിക്കനാട്ടോ. ചിക്കൻ ഇത്ര സാധനങ്ങളാണ് പറഞ്ഞേക്കണേ. പറഞ്ഞ ദോശ ചപ്പാത്തിയൊക്കെ 5-6 പറഞ്ഞേക്കണേ. ഇതുവരെ എത്തിയിട്ടില്ല. 3 സാധനം എത്തിയിട്ടുള്ള. അതെ അടുത്ത പൊറോട്ട പോലെ. ഓക്കെ പൊറോട്ട ആയ, അല്ല പൊറോട്ടയല്ല ചപ്പാത്തി ആയ. ഞാൻ പൊറോട്ട പറഞ്ഞേ, പൊറോട്ട വന്നിട്ടില്ല, ചപ്പാത്തി എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു 20 മിനിറ്റോളം കാത്തിരുന്നതിന് ശേഷമാണ്
സാധനം പറഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നിലവിൽ. എന്നിട്ട് ഓരോരോ സാധനമായിട്ട് വന്നിട്ടുള്ളൂ. അതും വലിയ മെച്ചമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ടേസ്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടല്ല? എങ്ങനെയുണ്ട് ചിക്കൻ? അത്രേ ഉള്ളൂ അല്ലേ? ഗ്രേവി ആയിട്ടൊന്നുമല്ല, ഒരു വക സാധനം. ഇതെങ്ങനെയുണ്ടാ? പനീർ എങ്ങനെയുണ്ട്? 5 പീസ് കൊള്ളാം. അപ്പൊ നമ്മള് ഇന്നത്തെ ബ്രഞ്ചൊക്കെ കഴിച്ച് വണ്ടിയിലേക്ക് കയറുവാണ്. ഒരു അരമണിക്കൂർ എടുത്തിട്ട് പൊറോട്ടയും കുറച്ച് ചപ്പാത്തി കൊടുത്തു. പിന്നെ പൊറോട്ടയും ചപ്പാത്തി വലിയ വിഷയമില്ലായിരുന്നു. കറികളൊക്കെ കുഴപ്പമില്ല, വിശക്കണോണ്ട് കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര സെറ്റപ്പാന്നൊന്നും പറയണ്ട, വിശപ്പടക്കം അത്രേ ഉള്ളൂ. ഞങ്ങള് പലയിടത്തും റോഡ് സൈഡിലുള്ള ചന്ത സെറ്റപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ ഒരു ചന്ത തൊട്ടടുത്ത് കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി ഒന്ന് കാണാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാ. ഇവിടെ എന്താ സംഭവം എന്നൊക്കെ നോക്കാം കേട്ടോ. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ തന്നെ ആയിട്ട്, മെയിൻ റോഡ് സൈഡിൽ തന്നെ ആയിട്ട് ഇങ്ങനെ ചന്തകളൊക്കെ ഉണ്ട് ഒരുപാട്. ഇത് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉള്ളത്. അവിടെ കുറച്ച് ഉണക്കമീൻ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണക്കമീൻ്റെ ചന്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത്. സിറ്റോടെ കയറി വന്നപ്പോൾ ഇവിടെ പച്ചക്കറി അങ്ങനത്തെ ഇവിടുത്തെ ടിപ്പിക്കൽ ചന്ത എങ്ങനെയാണെന്നുള്ളത് കാട്ടിത്തരാൻ പറ്റും. അതൊന്ന് കാണാൻ വേണ്ടിയായിട്ട് ജസ്റ്റ് ഇറങ്ങിയതാ. ഇതൊക്കെ ഇവിടെ പച്ചക്കറികൾ വയ്ക്കാൻ വെച്ചേക്കണാണ് ഗൈസ്. ഞങ്ങൾ ജസ്റ്റ് വിഷയൊന്നുമില്ല, ജസ്റ്റ് കാണാൻ രസമല്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത അവസ്ഥ. ഇങ്ങനെ ഇത് കുറെ ഫ്രൂട്ട്സ് സാധനമൊക്കെയാന്ന് തോന്നുന്നു ഇവിടെ കഴിക്കണേ. അതിൻ്റെ അപ്പുറം മുളക്, വെണ്ടയ്ക്ക, വാഴയ്ക്ക് ഒരുപാടുണ്ട് കേട്ടോ. അല്ല ഈ വാഴയ്ക്ക് ഒരുപാടുണ്ടല്ലോ ഇവിടെ. ഈ ചെറുപഴമില്ലേ, ചെറുപഴം ഒരുപാടുണ്ട്. ഏത്തക്ക ഒന്നും അങ്ങനെ കാണാനുള്ള തോന്നുന്നില്ലേ? ഇവര് തന്നെ കൃഷി ചെയ്ത് കൊണ്ടിരുന്നതാണ് കണ്ടിട്ട്. ഇവിടെ ഇതിന്റെ അകത്ത് വേറെ പരിപാടികൾ, അവിടെ വേറെ കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കത്തിയല്ല, അങ്ങനെ അങ്ങോട്ട് പോണ്ടല്ലേ, കത്തിയാളി പോട്ടത്. കത്തി അങ്ങനത്തെ പ്രത്യേക കത്തിക്ക. ഇവിടെ വേറെ ഡ്രസ്സ്, ചെരുപ്പ്. ഇത് കൊള്ളാട്ടോ. ഒരുമാതിരി ഇവിടെ എല്ലാ തന്നെ സൂപ്പർ മാർക്കറ്റ് കയറണവരല്ലേ? സൂപ്പർ മാർക്കറ്റ് പോലെ AC ഒന്നും അല്ലാന്നുള്ളു ഗൈസ്. ഇതെന്തോ പ്രത്യേക തരം കത്തിയാന്നാണ്. ഇത് ചാവി അല്ല, സാധാ കത്തിയല്ലേ ഇത്? ഇത് ചെരവയും കത്തി ഒരുമിച്ചാന്ന് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. ഇത് ചെരവയും കത്തിയും കൂടെ ഒരുമിച്ച് എന്താ സെറ്റപ്പ് വന്നത്. കാണുക നമ്മളിപ്പോ കണ്ടത് എന്താ, അതിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ഇവിടെയൊക്കെ ഇങ്ങനെ തുണിയൊക്കെ വെക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇന്നർ വെയർ തുണികള്, കൊച്ചുങ്ങളുടെ തുണി എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ആളിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് ഇവിടെ. ഇത് ഞങ്ങളും ഈ ചന്ത കണ്ട ആദ്യം നിർത്തിയത്. പക്ഷെ അതിന്റെ അപ്പുറം മറ്റേ ചന്ത ഉണ്ടായിരുന്നു. ഈ ഉണക്കമീൻ്റെ ചന്ത ഇവിടെ കണ്ടിട്ട് നിർത്തിയതായിരുന്നു. ആ ചേച്ചി എന്തോ വാങ്ങാനെന്തോ ഒടിയല് പറയുവാണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതൊക്കെയാണ് ഫുള്ള് ഇവിടെ. കുറേ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട്. ഇത് തന്നെ കൊന്തംകൊലിയാണോ? കൊന്തംകൊലിയാണോ? ചെമ്മീന് സകല സംവിധാനം ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ ചേച്ചിമാർ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോണത്. ഇവര് ഫുള്ള് സാരി കേട്ടോ. സാരി പിന്നെ ചുരിദാറ് വരി അങ്ങനെ എന്തെങ്കിലും. ആണുങ്ങളും മുണ്ടും പാൻ്റൊക്കെ ഇടും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സിങ് ഒക്കെ. ഇത് ഫുള്ള് അങ്ങോട്ടേക്ക് ഫുള്ള് ഉണ്ടോ. കൊഴുവ നമ്മുടെ അവിടെ ഉണക്കമീൻ കൊഴുവ വരാറുണ്ടോ? ഇല്ലല്ലോ. കൊഴുവയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണക്കിയായിട്ടുണ്ട് കേട്ടോ. അതെന്നാ നത്തോലിയാണിത്. നത്തോലിയുടെ ഉണക്കിയെടുക്കും. ഇവിടെ ഒരുമാതിരി എല്ലാ സാധനം ഉണക്കിയിട്ടുണ്ട് ഇവിടെ അല്ലേ? തിമ്മീങ്കല ഇതാക്കിയല്ല അതിന്റെ ഉണക്കിയിട്ടതാണ് കണ്ടിട്ട്. ഒരുപാടുണ്ട്. ഇത് കുറേ ടൈല് സ്ഥലത്തോടെ ഇങ്ങനത്തെ ഇതുണ്ട്. എന്താ മാർക്കറ്റുകളുണ്ട്. ജംഗിൾ ലിസ്റ്റ് നോക്കുക. പല സ്ഥലത്ത് കണ്ടപ്പം ഇച്ചിരി റോഡിന് ഇച്ചിരി മാറി ചിലതൊക്കെ ഇരിക്കണേ. പിന്നെ ഓരോ തിരക്കാരന് ഇറങ്ങാൻ പറ്റിയില്ല പലയിടത്തും. അപ്പൊ എന്തായാലും ഒരെണ്ണത്തിൽ കയറുന്ന ഒരു വാശി പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതെന്നെ ഹാല് ഇവിടുത്തെ എന്ന് അറിയണല്ലോ. നമ്മളൊക്കെ ഇങ്ങനത്തെ മാർക്കറ്റൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. അടിപൊളിയാട്ടോ. ചുമ്മാ ഇങ്ങനെ
ഇപ്പൊ ടൈമിൽ ഞങ്ങൾ ഒഡീഷയിലാണ് ഇപ്പൊ നിലവിൽ. ഒഡീഷയിലെ മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇവിടെ തേങ്ങയും അതുപോലെ കരിക്ക് തേങ്ങ ഇരിക്കണ കരിക്കാന്ന് തോന്നുന്നു. അതിന്റെ അകത്ത് തേങ്ങ ഇരിക്കണ്ട വേറെ പൊതിച്ച തേങ്ങ കേട്ടോ ഫുള്ള് കൊടുക്കണം. ഇതൊക്കെയാണ് കാഴ്ചകൾ ഇവിടുത്തെ. പൾസർ ഇറങ്ങി പുറത്തേക്കല്ലേ ഇന്ത്യയുടെ പൾസ കൊടുക്കും ഫുള്ള്. ഇന്ത്യയുടെ വേറൊരു പൾസ് കേട്ടോ. ഇന്ത്യ ഫുള്ള് ഇങ്ങനെയൊന്നുമല്ല. അയ്യോ വണ്ടി ഓഫായി പോയി, ഓണായിരുന്നു. ഈ നാഷണൽ ഹൈവേ കണ്ടിട്ട് മടുത്തുണ്ടല്ലോ. ഞങ്ങള് പുരിക്ക് പോകാനൊരു 100 കിലോമീറ്റർ 105 കിലോമീറ്റർ ബാക്കി നിൽക്കുക ഞങ്ങളൊരു ഡീവിയേഷൻ എടുത്തേക്കുക. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് ഫുള്ള് ആ ഒരു 6 ലൈൻ 4 ലൈൻ ആ ഒരു ടൈപ്പിലായിരുന്നു ഫുള്ള് കണ്ടോണ്ടിരുന്നത് നമ്മള്. ആ സാധനം അത് തന്നെ ആ സാധനം കണ്ട് മടുത്ത് നമ്മള് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? കാരണം ഈ സാധനം കണ്ട് തന്നെ ഒറ്റ ഹൈവേ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണേ. അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങള് വേറൊരു ഡീവിയേഷൻ എടുത്ത് പുരിയിലേക്ക് പോകാൻ തീരുമാനിച്ചേക്കുവാണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കേരളത്തിലൊക്കെ ഉള്ള വഴികളിലെ നല്ല വഴിയാണ്, പക്ഷെ 2 പാതേ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് വഴിയാ നിലവിൽ നല്ല വഴി. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ എങ്ങനെയാന്ന് എനിക്കറിയില്ല, അത് നമ്മൾ കണ്ടു നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ വഴി ജസ്റ്റ് കയറി ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഇവിടുത്തെ ഒരു ഗ്രാമീണ ജീവിതവും ലോക്കൽ ആളുകളൊക്കെ എങ്ങനെയാണ്, അവരെവിടെ താമസിക്കണത്, ഇങ്ങനത്തെയൊക്കെ വീടൊക്കെയാണ് ഇവിടെയൊക്കെ. എങ്ങനെയാണ് താമസിക്കണത് അങ്ങനെയുള്ളവര് എന്നൊക്കെ നമുക്ക് കാണാനും കുറച്ചുകൂടെ പൾസ്, അതെ ഇന്ത്യയുടെ ഒരു സൈഡിലുള്ള പൾസ് നമുക്ക് കുറച്ചുകൂടെ തൊട്ടറിയാവുന്നൊക്കെ വിചാരിച്ച് കല്യാണം വേണ്ടി വന്നു വിചാരിച്ച് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ്. സംഭവം നൈസാന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ വീടൊക്കെ ഇരിക്കുന്ന ഏരിയകൾ ഉണ്ടാവില്ലേ, സാധാ വീടുകളൊക്കെ ഉള്ളേരിയകളിൽ, അങ്ങനത്തെ ഏരിയയും അങ്ങനത്തെ വീടുകളും ഇവിടത്തെയൊക്കെ വീടിന്റെ ഡിസൈൻസും വീടിന്റെ മിറ്റവും കാര്യങ്ങളും ഇവരുടെ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങിയിരിക്കണ ഒരു ടൈപ്പ് കണ്ടോ. ഇവരൊരു പ്രത്യേക രീതിയിലായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇത് നമ്മള് ക്യാമറ എടുക്കാണ്ട് ശരിക്കും ഇങ്ങനെ നമ്മള് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയാന്ന് തോന്നുന്നു. നമ്മള് ഫുള്ള് ഫീൽ ചെയ്ത് ഇപ്പൊ നമ്മള് ക്യാമറ എടുത്ത് കാണുന്നതുകൊണ്ട് നമുക്ക് കുറെ പല കാര്യങ്ങൾ കാണാൻ കിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണുന്ന സമയത്തുണ്ട്. പക്ഷെ അത് നമ്മള് മൈൻഡ് ചെയ്യാനുള്ള. എന്തായാലും ഞാൻ വരുമ്പോ ഞാൻ മാത്രം കണ്ടിട്ടായിരില്ലോ. സോ നിങ്ങളെ കൂടെ കാട്ടി ഞങ്ങള് കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട് പോവുകയാണ്. ഇത് ജങ്കാറിലെ കാണാതോടെ അവിടെ ചിലപ്പോ പോണ കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. ജങ്കാറാടോ വഴിയാണോ മിക്കാറും ജങ്കാറായിരിക്കും. ജങ്കാറിലും കുഴപ്പമൊന്നുമില്ല. എന്നെ ജങ്കാറാണെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും എടുത്ത് ചോദിക്കാൻ പറ്റൂടാ, പണിയായോ ഇപ്പൊ കേറി നിങ്ങളോട് നോക്കട്ടെ എന്താ സംഭവം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് പറയാം. हेलो एक मिनट, हमको पूरी जाना चाहिए. इसमें जा सकता है कैसे? पूरा रोड है, जंगार ऐसा कुछ, ऐसा नदी ऐसा कुछ है इधर. नदी के ऊपर कैसे जाएगा? बोट कार जा सकते हैं उसमें. कार जाएगा, सब जा रहे हैं. मुश्किल है, बस भी जाते हैं. ഇവര് പറയുന്ന സംഭവം അറിയോ? ഇവര് പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 1 മണിക്കൂറും കൊണ്ട് അവിടെ ബോട്ടുണ്ടാവും. ജങ്കാറ പോലത്തെ ബോട്ടാവും. ബസ്സൊക്കെ കയറി പോണേ. ആ സംഭവത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറും കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതായത് 1 മണിക്കൂറിനുള്ളിൽ ചെല്ലാം. 50 കിലോമീറ്റർ ഉണ്ട് ഇവിടെ അങ്ങോട്ടേക്ക്. അവിടെ 50 കിലോമീറ്റർ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യുവാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3 മണിയാണോ 3:10 1 മണിക്കൂർ കഴിയുമ്പോൾ പുള്ളി പറഞ്ഞത്. അപ്പൊ നമുക്ക് ജങ്കാർ ഉണ്ടാവും. ജങ്കാർ കയറിപ്പാം. അത് കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. റോഡ് ഫുൾ ഇങ്ങനത്തെ റോഡാ, പെട്രോൾ പമ്പൊക്കെ ഉണ്ടെന്നാ പുള്ളി പറഞ്ഞത്. സീനൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. 1 മണിക്കൂറിന് 50 കിലോമീറ്റർ കവർ ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് ആയിരുന്നു ടൈം? 48 മിനിറ്റാ. 48 മിനിറ്റ്. എത്തിയില്ലെങ്കിൽ അത് കഴിയുമ്പോൾ വേറെ ഉണ്ടാവും. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. പക്ഷെ റിസ്ക് എടുത്താലോ, രസമല്ലേ? എനിക്കിഷ്ടായിരുന്നു കാര്യം. അതന്നെ വിഷയൊന്നുമില്ല. ജങ്കാർ കുഴപ്പമുണ്ടായിട്ടല്ല. ടൈം മിസ്സായി കഴിഞ്ഞാൽ നമ്മളും ഡിസൈഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ നമ്മള് ഫൈനലി ഡിസൈഡ് ചെയ്തേക്കുവാണ്. നമ്മള് ജങ്കാറിൽ പോകാൻ വേണ്ടി ആ റിസ്ക് എടുത്തോണ്ട് നമ്മള് നേരെ പോവാൻ പോവാ. ഞങ്ങളിപ്പോ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ 4:30 ആകുമ്പോഴാണ് എടുക്കണേ.
ജങ്കാർ എടുത്തതെന്നാ പറയാൻ അതിനകത്ത് കാട്ടണത്. ഇപ്പൊ നിലവില് നമ്മളിവിടെ 3:25 3:30 മുമ്പ് എത്തുമെന്ന് പറഞ്ഞത്. 4 മണിക്ക് എടുക്കും കേട്ടോ. 4 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ 3:30 എത്തുമെന്നാണ് കാട്ടേണ്ടത്. ബ്യൂട്ടിഫുൾ നല്ല രസം പോത്തോടെ പുല്ലി നോട്ടിക്കണം ഗൈസ്. അപ്പൊ 4 മണിക്കൊക്കെ മുമ്പ് എന്തായാലും എത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മള് റിസ്ക് എടുത്ത് തന്നെ പോകാമെന്ന് ഓർക്കുവാണ്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ആ ഹൈവേ എന്നൊക്കെ മാറി ഈ ഗ്രാമങ്ങളും കണ്ട് പോവാലോ. ഈ കാണുന്നതാണ് ആ ലേക്ക്. അതോടെ ചെറിയ ചെറിയ വള്ളമൊക്കെ അത് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അവിടെ അടുത്തൊക്കെ ആയിട്ട്, അകലെയായിട്ട് ഉണ്ടോ. ഇതൊക്കെ അതിന്റെ സൈഡിൽ മറ്റേ പനകളൊക്കെയാണ് ഗൈസ്. അമ്പലത്തിന്റെ അത് വരുമോ? അമ്പലത്തിന്റെ എന്താണ് കുഴപ്പമില്ലാന്ന് പറഞ്ഞ. ഇപ്പൊ കാണിച്ച അമ്പലം അല്ലേ? ചിഹ്നം ബാക്കിൽ പറയാം. അതെ മൊട്ടരിക്കണം. അത് ആ ലാസ്റ്റ് കാട്ടിയ അമ്പലം ഒറിജിനൽ. ആ അമ്പലം കണ്ട് പുതിയ അമ്പലം. അപ്പൊ അത് പണിതതിന്റെ എന്തോ പിരിവാന്ന് പറഞ്ഞ ഇത് ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചൊക്കെ. നമ്മളിപ്പോ നമ്മുടെ അവിടെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്ക് പിരിക്കണം അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ റോഡിലൊക്കെ ഇറങ്ങി പിരിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടില്ലേ. അങ്ങനെയുള്ള ഒരു പിരിവ് പോലെ അവര് റോഡിലിറങ്ങി വന്ന വഴിയിൽ നിന്ന് വന്നവരോട് ഓൺലൈനാണോ അത് വാങ്ങണം. അമ്പലത്തിന് വേണ്ടിയാന്നുള്ളൂ. അപ്പൊ അവിടെ അമ്പലം അത് പുതിയതെങ്ങാണ്ട് പണിതേക്കടാ. അപ്പൊ അതിന് ഉത്സവത്തിനൊക്കെ പിരിക്കണവര് അങ്ങനെ പറ്റും. അപ്പൊ അമ്പലത്തിന്റെ പണിച്ചെലവിലേക്ക് എന്താണ്ടാ തോന്നും നിർത്തി എന്തെങ്കിലും നിങ്ങളുടെയിലുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടോ. ഇത്ര രൂപ ആട്ടെ എന്ന് നിർബന്ധമായിട്ടൊന്നും അല്ല പറഞ്ഞത്. എല്ലാം ചെറുപ്പക്കാരെ പ്രശ്നമൊന്നുമായിട്ട് പറഞ്ഞൊന്നുമില്ല. നിങ്ങളുടെ എന്താ ഉള്ളത് അത് എന്തെങ്കിലും താട്ടെ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഇവിടെ ചേഞ്ച് ആയിട്ട് 10 രൂപ കിട്ടുമായിരുന്നു, അത് എടുത്ത് കൊടുത്തു. ഈ കാണുന്ന ലേക്കോലെ ചെമ്മീൻ കെട്ടാണോ എന്ന് സംശയമുണ്ട് ഇത് കേട്ടോ. എന്തായാലും ഭയങ്കര ബൃഹത്തായ ഒരു സംഭവമാണ്. ഇവിടെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഈ സൈഡിൽ കൂടെ ഉള്ള ബണ്ട് മാതിരി ഒരു മണ്ണ് വഴി കൂടെ ഇപ്പൊ പൊക്കോണ്ടിരിക്കണത്. ഇവിടെ ഈ ലേക്കിലൊക്കെ കാണുന്ന ഈ വഞ്ചികൾ ഫുള്ള് ഈ ഒരു ടൈപ്പ് ആട്ടോ, ഈ ഒരു ഷേപ്പിലായിരിക്കും എല്ലാത്തിനും. ഇത് ഫുള്ള് ചെമ്മീൻ കെട്ടാന്നാണ്. ഇത് ഫുള്ള് ഇങ്ങനെ കെട്ടിയിരുത്തേക്കണോ, കണ്ട ഈ മാതിരി മണ്ണിട്ട് ഫുള്ള് കെട്ടിയിരുത്തേക്കുക 2 വശങ്ങളിലും. നമ്മള് ജങ്കാർ സർവീസ് എന്നും പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം ഏകദേശം എത്തിക്കൊണ്ടിരിക്കണ. ഇതാന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ജങ്കാറിലേക്ക് പോണ വഴി. ഇതാണ് ഒരു 40 മിനിറ്റോളം ജങ്കാറിന്റെ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഡോൾഫിൻ സീൻസ് സ്ഥലങ്ങൾ കുറച്ചുണ്ട്. അത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വേറെ ബോട്ടിൽ കയറി കുറച്ചങ്ങ് മാറിപ്പോണം. ഈ ക്യാമ്പിൽ കയറ്റാൻ വേണ്ടി ഡ്രൈവറിന് വരെ പുള്ളിയാണ് ഹാൻഡിൽ തിരിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന്. ഇതൊരു മലയാളിനെ കിട്ടിയതായിട്ട് ഇടയ്ക്ക് വെച്ചാൽ. എവിടെ എറണാകുളത്ത് എവിടെയാ? കൊച്ചിയിൽ എവിടെയാ കറക്റ്റ്? അതെ ഞങ്ങൾ മൂവാറ്റുപുഴ. ട്രിപ്പായിട്ട് ഇറങ്ങിയതാ. ഓക്കെ ഞങ്ങള് കുറെ ഉണ്ട്. നേപ്പാൾ പോണേ. കുറെ സ്ഥലമുണ്ട്. ഞങ്ങള് 4 പേര്. ഒറ്റയ്ക്കാണോ? അതെ. ഓക്കെ. നമ്മളെവിടെയാ? പോണ്ടിച്ചേരി. ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഓക്കെ. പോരെ ആ സൈഡ് നോക്കിയാ ഇവിടെ നോക്കിയാ. അങ്ങനെ നമ്മുടെ ചെങ്കാർ പോകുകയാണ്. പൾസിച്ച് കൂടി പോയി ഇറങ്ങുന്നത്. മര്യാദക്ക് റോട്ടിൽ കൂടെ പോയിരുന്നെങ്കിൽ അവിടെ എത്തിയേരെ പുരിയില്ല. പൾസ് അറിയാൻ പോയതാണ് ഗൈസ് ലാസ്റ്റ്. എന്തായാലും പുരിക്കോണ വഴിക്ക് തട്ടണേന്ന് പറയാ. പോണടത്തോളം പോട്ടെ. എന്ത് സംഭവം? ലേക്കാണല്ലേ? ചെറുതായിട്ട് വ്ലോഗ് ചെയ്യുന്നുണ്ട്. അരമണിക്കൂറോളം എടുത്തു തോന്നുന്നു ഏകദേശം. അരമണിക്കൂർ വന്നതാണ്. ഡോൾഫിൻ കാണാന്ന് പറഞ്ഞ. പക്ഷെ ഡോൾഫിൻ വേറെ ഷിപ്പിൽ അല്ല വേറെ ബോട്ടിൽ കയറി പോണം. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഫൈനലി നമ്മുടെ വണ്ടിയാ, രണ്ടാമത് തന്നെ വണ്ടിയാണ്. ഇവിടെ ഒരെണ്ണം ഇത് വന്നപ്പോ ചെറുത് ഒരെണ്ണം അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു ഗൈസ്.
ബാക്ക് ടു കാർ. എന്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വന്നു. അതെ അതെ, ഇവൻ ഇതിന്റെ അകത്ത് ലോക്കായി പോയി. ഇവൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തൊരു വണ്ടി, ഇപ്പുറത്ത് അതിന്റെ സൈഡ് വരുന്നു ഷിപ്പിന്റെ, ഷിപ്പല്ല ബോട്ടിന്റെ. അപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങിയില്ല വണ്ടിന്ന്. ആ സമയത്ത് പക്ഷെ സമയം പോയില്ലേ, ആ സമയം നമ്മൾ റോഡിൽ പോകുന്ന പറഞ്ഞ പുള്ളി, നമ്മള് കണ്ട പുള്ളിയില്ലേ, ആ പയ്യൻ എന്തോ സർവേ ആയിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നേക്കണേ. പുള്ളിക്കാരൻ പറവൂരാരനാ പുള്ളിക്കാരൻ എന്തോ സർവേയുടെ കാര്യമായിട്ട് ഒരു 3 മാസമായിട്ട് പുള്ളി ഒഡീഷയിലുണ്ട്. ചെന്നൈയിലെ കണ്ട പുള്ളി കുറച്ചുകൂടെ വർക്ക് ചെയ്ത്, സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനാണ് പുള്ളിക്കാരൻ. ഇവിടെ എന്തോ സർവേയുടെ കേസായിട്ട് പുള്ളി ഒരു 3 മാസം മുമ്പ് വന്നേ. അപ്പൊ ഇവിടെ ഈ ഇപ്പൊ നമ്മൾ കണ്ട ലേക്കില്ലേ, അതിനകത്തെ ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞ സൈഡില്ലേ, ആ സൈഡിൽ ഡോൾഫിന്റെ എണ്ണ ഇപ്പൊ കുറഞ്ഞു വരുവാന്ന് പറഞ്ഞ് അതിന്റെ എന്തോ കേസൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു സർവേ എടുക്കാൻ വേണ്ടി ഇവിടെ വേറെ സബ് ഏൽപ്പിച്ചേക്കണ, അതായത് ഇവിടുത്തെ ഗവൺമെന്റ് സബ് ഏൽപ്പിച്ചേക്കണ ആളുകളുണ്ട്. ആ ആളുകളുടെ സബ് ഏൽപ്പിച്ചേക്കണ ആളുകളെ നോക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വിട്ടേക്കണ ആളാണ് പുള്ളി. അതാണ് പുള്ളിക്കാരൻ ജസ്റ്റ് ഇവിടെ സൂപ്പർവൈസ് ചെയ്യണവര് അവര് ചെയ്യണത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പണി. അതിനുവേണ്ടി പുള്ളി വന്നു. ഇവിടെ ഇപ്പൊ പുള്ളി വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് പുള്ളിക്കാരൻ കുറച്ച് കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഒരാഴ്ച കണ്ടേ ഉള്ളൂ. ഒഡീഷയിൽ വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ പുതിയ പരിപാടി നടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് തൽക്കാലത്തേക്ക് വേണ്ടി ഒന്ന് വിട്ടേക്കണേ പുള്ളിക്കാരൻ. കുറെ സംസാരിച്ചു പുള്ളി. ഇവിടെ കൊൽക്കത്തയിലൊക്കെ ഒരു പ്രാവശ്യം പോയിന്നൊക്കെ പുള്ളി പറഞ്ഞത്. ഇവിടുന്ന് 500 കിലോമീറ്റർ, ഇവിടുന്ന് ഒറ്റ ബസ്സിലെങ്ങാണ്ട് കൊൽക്കത്തയ്ക്ക് വന്നതാണ്. അതാണ് പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ പരിപാടികൾ. സോ അതിൻ്റെ അകത്ത് ബോറായില്ല, കുറേ നേരം വർത്താനം പറഞ്ഞ പുള്ളി. അത്യാവശ്യം വർത്താനം പറയുന്ന ആളാട്ടോ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പുള്ളി ബാക്കി Z വരെ പുള്ളിക്കാരൻ പറഞ്ഞോളൂ. പക്ഷെ കമ്പനി ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു പുള്ളി, നൈസാണ്. ഇവൻ പഠിച്ച കോളേജില് ജൂനിയർ ആയിട്ട്, ഇവനൊക്കെ പോയി കഴിഞ്ഞിട്ട് ജൂനിയർ ആയിട്ട് പഠിച്ച പുള്ളിക്കാരൻ. അങ്ങനെയാണ് 20 കയറിയതാണ്. 24 പാസ്ഔട്ട്, 20 കയറിയതാ. നീ ഏതായിരുന്നു? ഇവൻ അങ്കിളായ പുള്ളിയെടുത്ത്. ഞാൻ 13 കയറിട്ട് 17 പാസ്ഔട്ട്. അപ്പൊ അങ്ങനെയായിരുന്നു. ഇതാണ് സംഭവം. സോ ബാക്കി നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പുരിയുടെ ഒരു ടൗൺ ഭാഗത്തേക്ക് എത്തിക്കണം. ഇവിടെ ഒരു ചായ പിടിക്കാൻ ഇറക്കി നിർത്തിയതാണ്. ഇവിടെ മെയിനായിട്ട് മടക്കസ്ഥാൻ എന്ന് പറഞ്ഞാലേ, അത് മധുരം ഇട്ടതും മധുരം ഇടാത്തതും ഒക്കെ ആയിട്ട് തോന്നുന്നു മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റം. ഐ മീൻ ചായക്കടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. ഇത് മധുരം ഇടാത്തത് അല്ല, പഞ്ചാരപ്പാനി ഒഴിക്കാത്തത്, ഇത് പാനി ഒഴിച്ചത്, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. പഞ്ചാരപ്പാനി ഉള്ള മുകളിൽ കൂടെ കാണാൻ അല്ലേ? ഇത് 2 ടൈപ്പിലാന്ന് തോന്നുന്നു. ഇതുണ്ടോ, അത് ഒഴിക്കാത്ത ടൈപ്പാന്ന് തോന്നുക. ഓ അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ബീച്ച് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ റൂം പറഞ്ഞ് പോയി തപ്പണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനമുണ്ട്? ഭയങ്കര മധുരാണോ? അല്ല. സോ ഓടി ലാസ്റ്റ് പുരിയിലെത്തിയിട്ടുണ്ട് നമ്മള്. പുരി ബീച്ചിന്റെ സൈഡിൽ കൂടെ ഞങ്ങളിപ്പോൾ പാസ് ചെയ്തു ജസ്റ്റ്. അപ്പോൾ ഭയങ്കര റഷ്. ഇന്ന് സൺഡേ ഈവനിങ് നൈറ്റൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷാണ് ബീച്ച് സൈഡിൽ. നമ്മുടെയൊക്കെ കോഴിക്കോട് ബീച്ചില്ലേ, അതിനേക്കായി റഷാന്ന് എനിക്ക് കാണാനുണ്ട്. എന്തായാലും റൂമിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് സെറ്റാക്കിയിട്ട് ബാക്കി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യാം. ഒരു റൂം ആയിട്ടുണ്ട്. കുറേ തപ്പി ലാസ്റ്റ് പുരിയിലൊരു റൂം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ 3 പേരുള്ളൂ ഞങ്ങൾ. ഒരാൾ ഇച്ചിരി വർക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു, പണി ഉണ്ടായിരുന്നു അവന്. സോ അവനെ ഇൻസം വന്നു, എനിക്കറിയില്ല വരെ. അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ബീച്ചൊക്കെ നൈറ്റിന്റെ അവസ്ഥ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ഫുഡ് കഴിക്കണം, അവന് ഫുഡ് മേടിച്ചോണ്ട് പോകണം. നല്ല റഷ് ഉണ്ട് ഇവിടെ. ബീച്ച് കുറഞ്ഞേക്കണേ. ഞങ്ങൾ വന്നിറങ്ങിയ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ സന്ധ്യ ആവണതിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് നിലവില്. അത് ഈ ചെറിയ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ. വിശാഖപട്ടണത്ത് കണ്ടാല് ഈ സൈഡിലും കുറേ റിസോർട്ടും കാര്യങ്ങളും റൂംസൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ അത്ര സെറ്റപ്പാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവിടുത്തെ ബീച്ച് എന്തായാലും അതാണ് ഇത്. ഈ 2 ബീച്ചുകളിൽ വെച്ച് സെറ്റപ്പായിട്ട് തോന്നിയത് അത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു നിലവാരം ഫീൽ ചെയ്തു. തിരി സംഭവം അങ്ങനെ എന്തൊക്കെയോ ഇവിടെ കുറേ. ഇത് സിറ്റി ഓഫ് ദ ടെമ്പിൾ എന്നല്ലേ ഇത് അറിയപ്പെടുന്ന അല്ലേ? അങ്ങനെ ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അതെ, ഒഡീഷയാണ് സിറ്റി ഓഫ് ദ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്.
അപ്പൊ ഈ ഒഡീഷയിൽ ടോട്ടലി ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയുള്ള അതുപോലെ മറ്റേ അമ്പലത്തിന് അതിന് സൺ ടെമ്പിൾ എന്നും പറഞ്ഞ നമ്മുടെ ഈ അമ്പൂരുടെ നോട്ടിന്റെ പുറകെ കാണല്ലേ. അതെ, കൊണാർക്കുന്ന അമ്പലത്തിന്റെ പേരാണോ? കൊണാർക്ക് സൺ ടെമ്പിൾ. അത് ഈ അമ്പൂരുടെ നോട്ടിന്റെ ബാക്കി കാണല്ലേ. ആ സംഭവമൊക്കെ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. അവിടെയൊക്കെ നാളെ ചിലപ്പോൾ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ നടന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരു ഈ കടയിൽ നിന്ന് ഒരു നൂഡിൽസ് പറഞ്ഞിട്ട് ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഇരിക്കുക, വർത്താനം പറഞ്ഞിരിക്കുക. അതാണ് മെയിൻ. ചുമ്മാ ഒരു നൂഡിൽസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ നൂഡിൽസ് കിട്ടി ഞങ്ങൾ ഒരു രസത്തിന്. അങ്ങനെ നോർത്തിലെ ആ ടിപ്പിക്കൽ ഗ്ലാസ്സിലെ ചായ. ഇത് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് കളയണ സെറ്റപ്പാണ്. പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്യില്ലേ, യൂസ് ആൻഡ് ത്രോ, ആ സെറ്റപ്പ് തന്നെയാണ് ഇതിനും. ഇവിടെ കടകൾ ഫുള്ള് മടക്കസ്ഥാനാണ് ഗൈസ്. എല്ലാ കട ഫുള്ള് മടക്കസ്ഥാൻ സിറ്റിയാണ്. ഇതുണ്ടോ, കംപ്ലീറ്റ് കട ഫുള്ള് മടക്കസ്ഥാനം. പക്ഷെ നമ്മുടെ അവിടെയുള്ള അതിരല്ല, ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര കനം മധുര. ഒരു ഇത്രയുള്ള മടക്കസ്ഥാനം എടുത്ത് നമ്മൾ പകുതി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മട്ടിപ്പോകും, അത്രയ്ക്ക് മധുരമാര മടക്കസ്ഥാൻ. ഇത് വീണ്ടും മടക്കസ്ഥാൻ. സിറ്റി ഓഫ് ടെമ്പിൾ അല്ലേ, സിറ്റി ഓഫ് മടക്കസ്ഥാൻ.